നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. നഴ്സുമാർ സമരം ചെയ്യരുതെന്ന് സർക്കാരും കോടതിയും. സമരം നിരോധിക്കണമെന്നും സർക്കാരിനോട് കോടതി. ആശുപത്രികൾ അടച്ചിടേണ്ടി വരുമെന്ന് ഉടമകൾ. പനിച്ചു വിറയ്ക്കുമ്പോഴും ചികിത്സ കിട്ടാതെ ജനം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷൻ സിബി മുകേഷ്, ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ലിജു വേങ്ങൽ, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ നേതാവ് അഡ്വക്കേറ്റ് ഡി ഏലിയാസ്. സ്വാഗതം എല്ലാവർക്കും. അവസാനം സർക്കാർ പ്രഖ്യാപിച്ച ശമ്പളം ആശുപത്രി ഉടമകൾ അംഗീകരിച്ചു. അതായത് പെർമനന്റ് സ്റ്റാഫ് നഴ്സിന് 17,200 രൂപ. ഗവൺമെന്റ് പ്രഖ്യാപിച്ച ആ നിരക്ക് വളരെ കൂടുതലാണെങ്കിൽ പോലും ഞങ്ങളത് അംഗീകരിക്കുകയാണ്. ഇനിയും അതിൻ്റെ പേരിൽ സമരം ചെയ്യുന്നത് ബാലിശമാണ്. ഈ തുക അംഗീകരിക്കാനാകില്ലെന്ന് സമരക്കാർ ഉറപ്പിച്ചു പറയുന്നു. വർഷങ്ങൾ പ്രവൃത്തി പരിചയമുള്ളവരെയും ട്രെയിനികളാക്കി നിലനിർത്തി 3,000-വും 4,000-വും നൽകുന്ന ചൂഷണ വ്യവസ്ഥ അവസാനിപ്പിക്കുക, സുപ്രീം കോടതി നിർദ്ദേശിച്ച മിനിമം വേജസ് സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ നഴ്സുമാർക്കും ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നു. സമരത്തെ എസ്മ പ്രയോഗിച്ച് നേരിടാനാണ് ഹൈക്കോടതി നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടത് സമരക്കാർക്ക് പ്രതീക്ഷ നൽകിയിരുന്നെങ്കിലും കോഴിക്കോട്ടും കണ്ണൂരും സമരത്തെ നേരിടാൻ 144 പ്രഖ്യാപിച്ചത് അവരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചു. പരിശീലനം പൂർത്തിയാവാത്ത നഴ്സിംഗ് വിദ്യാർത്ഥികളെ ഇറക്കി സമരം പൊളിക്കാനാണ് പദ്ധതി. ഇതോടെ സ്വകാര്യ ആശുപത്രികൾ സംഘർഷഭൂമിയാവാനുള്ള സാധ്യതയും ഏറി. സിബി, നിങ്ങളുടെ സമരം നിയമവിരുദ്ധമാണെന്ന് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യും തിങ്കളാഴ്ച മുതൽ? സുപ്രീം കോടതി എന്ന് പറയുന്ന കോടതി ഒരു വിധി 2016 പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വിധിയിൽ തന്നെ അവസാന പാരഗ്രാഫ് പറയുന്നത് അതിൽ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഉണ്ടാവും. ആ റെക്കമെൻഡേഷന് അതാത് സംസ്ഥാന സർക്കാരുകൾ നിയമമാക്കണമെന്നാണ്. അപ്പോൾ ആ വിധി ഇവിടെ നിലനിൽക്കെ അതിനുവേണ്ടി പോരാടുന്ന ഞങ്ങളെ എസ്മ പ്രയോഗിക്കാമെന്ന് കോടതി തീരുമാനിച്ച ആ വിധിയിൽ ഞങ്ങൾക്ക്, കോടതിയോടല്ല വിധിയോട് ഞങ്ങൾക്ക് സംശയമുണ്ട്. പണിമുടക്കിക്കൊണ്ട് സമരം ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് പണിമുടക്കരുത് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ പനിയൊക്കെയുള്ള സമയത്ത് അങ്ങനെ ചെയ്യരുതെന്ന് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത് ഹൈക്കോടതിയുടെ പരാമർശത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാവരും തിരിച്ച് ജോലിക്ക് കയറണം. ഈ സർക്കാരോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റുകളോ പറയുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതൊന്നുമല്ല. കഴിഞ്ഞ 1.5 കൊല്ലമായി ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ നഴ്സിംഗ് സംഘടനകൾ തെരുവിൽ തന്നെയാണ്. നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം 2012 മുതൽ തുടങ്ങിയ ഒരു അവകാശ സമരമാണിത്. അപ്പോൾ ഇതിനെ മാനേജ്മെൻറ്റുകൾ ഗവൺമെൻറ്റിനോട് ഒത്തുകളിച്ചുകൊണ്ട് അത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി സമ്പാദിച്ചു കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതിയുടെ ഒരു ആ വിധിയെ അവഗണിക്കാം എന്നൊരു വ്യവസ്ഥയൊന്നും ഇവിടെ ഇല്ല. കാര്യം ഹൈക്കോടതിയുടെ മേളിലാണ് സുപ്രീം കോടതി. നഴ്സുമാരുടെ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വയ്ക്കുന്ന ആവശ്യങ്ങൾ എല്ലാം ഒന്നാണ്. നിങ്ങൾ 2 സംഘടനയായി നിൽക്കുന്നു, 2 തരത്തിൽ സമരം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിച്ച് യോജിച്ച് സമരം ചെയ്യാൻ കഴിയും? ഞങ്ങൾ ഒന്നാണ്. ഒരിക്കലും ഞങ്ങൾ ചില സംഘടനാ നിലപാടുകൾ വ്യത്യാസമുണ്ടെന്നല്ല, ഞങ്ങളിപ്പോൾ ഒന്നായിട്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഒറ്റ ആവശ്യത്തിന് വേണ്ടി ഒരേ സംഘടന എല്ലാവരും ഒന്നിച്ച് ഒരു ബാനറിന് കീഴിലായിരുന്നെങ്കിൽ AITUC, BMS ഇതെല്ലാം തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇവർ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പല സമരങ്ങളും ചെയ്തല്ലോ. ഒരുമിച്ച് നിന്ന് സമരം ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്വക്കേറ്റ് ഡി ഏലിയാസ്, ജനങ്ങളോട് നഴ്സുമാർക്ക് പ്രതിബദ്ധത വേണം, അതുകൊണ്ട് അവർ സമരം നിർത്തണം എന്നാണ് പറയുന്നത്. ഈ പ്രതിബദ്ധത എന്നത് നഴ്സുമാർക്ക് മാത്രം വേണ്ട ഒരു ഗുണമാണോ? ഇത് ഈ ആശുപത്രി നടത്തുന്ന മുതലാളിമാർക്ക് ഈ പ്രതിബദ്ധത വേണ്ടേ? സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നവരുടെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കൂടെ ഇവർ പരിഗണിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ കാലാകാലങ്ങളിൽ ഈ നഴ്സുമാർക്ക് കൃത്യമായിട്ട് അറിയാം പല ഉപകരണങ്ങളും മാറ്റണം. മറ്റ് ഫാക്ടറികളിലെ ഈ ഉപകരണങ്ങളെ പോലല്ല. ഒരു വർഷം 1.5 വർഷം ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഉപകരണങ്ങളൊക്കെ മാറ്റണം. അപ്പോൾ അതിൻ്റെ ചിലവുകളൊക്കെ ഞങ്ങൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഈ ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശമ്പളം കുറച്ച് പണിയെടുത്ത് നിങ്ങൾ സഹകരിക്കണം എന്നാണോ നിങ്ങൾ? ഒരിക്കലുമല്ല. ഈ പ്രൊഫഷണൽസ് തെരുവിലിറങ്ങിയിട്ട് സമരം ചെയ്യുക, അപ്പോൾ ഒരു IRCയുടെ പേരിൽ വന്ന് സംസാരിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും നഴ്സിംഗ് ഇതര ജീവനക്കാരുടെ അതിൻ്റെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നഴ്സിങ്ങിനെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി നിർത്തുക. എന്തായാലും പൊതുജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതുപോലുള്ള മീഡിയകളിലൊക്കെ കൃത്യമായി കാണിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് സിസ്റ്റം കൊണ്ട് ഇത് ചൂഷണം ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ പൊതുജനം നഴ്സിംഗ് സമൂഹത്തിനെതിരെ തിരിയുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ മുതലാളിമാർക്കൊന്നും ഇവിടെ ഇനി ഒരു ഇതുപോലെ ട്രെയിനിങ് ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. നഴ്സുമാർക്ക് 20,000 രൂപ അതിലധികവും മാസശമ്പളം ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വലിയ തോതിൽ രോഗികളെ ഉൾക്കൊള്ളുന്ന ഒരു ആരോഗ്യ മേഖലയായിട്ട് വളർന്നിട്ടുണ്ട്. അതൊരു സ്തംഭനാവസ്ഥ ഉണ്ടാകുന്നത്
കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു ശരിയായ സമീപനമാണോ എന്ന് ആ സംഘടനകൾ ആലോചിക്കണം. 4000-5000 ആണ് നിങ്ങൾ പറയുന്ന പോലെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തുകയാണ്. 17,500. എന്നിട്ട് നിങ്ങൾ അതിന് സ്വാഗതം ചെയ്യുന്നില്ല. അത് എന്ത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്? 17,200 രൂപ അധിക അലവൻസ് 1000 ചേർത്ത് 18,238 രൂപ. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഗ്രോസ് സാലറി പ്ലസ് ബേസിക് പേയുടെ കണക്ക്. ഇനി ഇതേ ആൾക്കാർക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന എത്ര രൂപയാണ് നമ്മൾ ചിന്തിക്കണം. നേരത്തെ കിട്ടി 8,725 രൂപ, 2,900 രൂപ തിരുവനന്തപുരത്തെ DA വെച്ചുള്ള പോയിന്റ്, അതുപോലെ തന്നെ അലവൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർത്തോടെ 13,000 രൂപ. അതിൽ അന്ന് കട്ടിങ് 8,725 രൂപയുടെ പെർസെൻറ്റേജ് PF ESI കട്ടിങ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നതാണ്, ശരിയാണ്. അത് കട്ടിങ് പോയി കഴിഞ്ഞാൽ കിട്ടിക്കൊണ്ടിരുന്ന 12,000 തൊട്ട് 13,000 രൂപ അടുപ്പിച്ചാണ്. ഇന്ന് 18,000. അപ്പോൾ 17,205 ഞങ്ങളുടെ അലവൻസ്, ഞങ്ങൾക്ക് PF ESI ബാക്കി വെൽഫെയർ ഫണ്ട് ഇതെല്ലാം കട്ട് ചെയ്യുന്ന ഇപ്പോൾ 17,200 പെർസെൻറ്റേജാണ്. അപ്പോൾ ഈ കട്ടിങ് വരുമ്പോൾ അന്ന് 800 രൂപയും 900 രൂപയും കട്ടിങ് ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ കട്ടിങ് 3,600 പോയി. അപ്പോൾ 8,200 നിന്ന് 3,600 കുറച്ച് കഴിഞ്ഞാൽ 14,400 രൂപ. ഈ 14,400 ഞങ്ങൾക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന 12,000 തമ്മിലുള്ള വ്യത്യാസം, 12,000 12,400 തമ്മിലുള്ള വ്യത്യാസം 2,000 രൂപയാണ്. ഇതാണ് പൊതുജനം മനസ്സിലാക്കുക. പിന്നെ ചേച്ചി പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 4,000 3,000 മേടിക്കുന്നവർക്ക് 17,200 കിട്ടില്ലെന്ന്. അവിടെയാണ് തെറ്റുപറ്റി. 4,000 3,000 മേടിക്കുന്നവർ ഇപ്പോഴും ട്രെയിനികളായി വർക്ക് ചെയ്യുന്നു. 3,000 രൂപ 3ാമത്തെ വർഷം വർക്ക് ചെയ്യുന്ന ആൾക്ക് 3,000 രൂപയായി കൊടുക്കുന്നത്. അടുത്ത് ഞാൻ ആദ്യം ഒരു കത്തോലിക്ക ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പഠിച്ച എൻ്റെ ആശുപത്രി എനിക്ക് സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. അവിടെയും ഉണ്ട് 7 വർഷമായി ട്രെയിനി. ഇനി അടുത്ത വേറൊരു സ്ഥലത്തെത്തി ഓച്ചിറ, അതും ഞാൻ ഈ പറയുമ്പോൾ 3 മതങ്ങളെയും ചേർത്ത് പറയാം, അവർക്കും കൊടുക്കുന്നത് 4ാമത്തെ വർഷമുള്ള ട്രെയിനിക്ക് കൊടുക്കുന്നത് 3,000 രൂപയാണ്. അപ്പോൾ ഈ ട്രെയിനി എന്നുള്ള പേരിൽ ചൂഷണം നടക്കുകയാണ്. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് സ്റ്റാഫ് നഴ്സ് എന്ന് പറഞ്ഞ ഗണത്തിനെ കുറിച്ചാണ്. ഇവർ മിനിമം ബേസിൽ പോലും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ തീരും? അവിടെയാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം തീർക്കാനുള്ളത്. ഞങ്ങൾക്ക് ഈ സിസ്റ്റം അന്ന് IRC കൂടി ഇവർ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം അത് പിൻവലിക്കണം. അത് ഞങ്ങൾ ഈ സമരത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ 2013 ഇവർ അത് കൊണ്ടുവന്ന മുതൽ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ DA വർധനവും പിന്നെ വേറെ പിന്നെ വലിയ ആശുപത്രികളുടെ ബെഡ് അനുസരിച്ച് അപ്പോൾ എണ്ണം കൂടുന്നതനുസരിച്ച് അവരുടെ സ്പെഷ്യൽ അലവൻസ് ഇതെല്ലാത്തിനും പുറമെ ഇനി മാനേജ്മെന്റിന് ഒരു ചിലവുണ്ട്. എന്താ അത് നിങ്ങൾ ആരും പറഞ്ഞു ഞാൻ ചെലവുകൾ പറയാനുള്ള ഒരു വേദിയാണ് ഈ സമരം. ഈ ആശുപത്രിയുടെ ചെലവ് കുറച്ചു മുമ്പേ സാറ് പറഞ്ഞു നേഴ്സുമാരെല്ലാം ജോലി ചെയ്തോട്ടെ, പൈസ ഞങ്ങൾക്ക് മിഷൻസ് വാങ്ങിക്കണം, മിഷനറീസ് വാങ്ങിക്കണം, ഞങ്ങൾക്ക് ആ ചെലവുണ്ട്, ഞങ്ങൾക്ക് ഫ്ലോർ ടൈൽസ് ഇടണം, ബിൽഡിംഗ്. ദയവ് ചെയ്ത് മനസ്സിലായിരുന്നു സമരം ഇത്ര ഈ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു സാറിന് പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയം, സാർ ഇവിടെ പറയേണ്ടത്, ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയം, അതായത് ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി നിർദ്ദേശത്തെ പറ്റി സാറിന് എന്താണ് പറയുന്നത്? സാർ അതാണ് ഇവിടെ പറയേണ്ടത്. എന്തുകൊണ്ട് അത് നിങ്ങളത് മുഖവിലേക്ക് എടുക്കുന്നില്ല? അത് ആ ഒരു നിർദ്ദേശം, സുപ്രീം കോടതി നിർദ്ദേശം എന്തുകൊണ്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല? എന്ത് പറഞ്ഞാലും ഒരു IRC കമ്മിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഉടനെ ഇത് കാറ്റഗറി ലാസ്റ്റ് ഗ്രേഡ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ എല്ലാ ചർച്ചകളും വഴിതിരിച്ചു വിടുന്ന ഒരു പ്രകൃതമാണ് ഈ മാനേജ്മെന്റ് ഭാഗത്തുനിന്ന്. ഈ സാങ്കേതികമായിട്ട് പോയിട്ട് കാര്യമില്ല. കാര്യങ്ങൾ ഇവരിപ്പോൾ ഇത്രയും വലിയൊരു സമരം നടത്തുന്നു. ആശുപത്രികളിൽ ആളുകളെ അതും ഈ ഒരു പനി സീസണിൽ ആളുകളെ ചികിത്സിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നു. എസ്മ പ്രയോഗിക്കണമെന്ന് കോടതി പറയുന്നു. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കോടതിയിൽ ഇങ്ങനെ വ്യവഹാരങ്ങൾ നടക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമായി കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ പാലിക്കേണ്ട ഒരു വിധി പരമോന്നത നീതിപീഠത്തിൽ നിന്ന് 1 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട്. ആ വിധിയെക്കുറിച്ച് നിങ്ങൾ എന്താണെന്നും പറയാത്തത്? ആ വിധി നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കണ്ടേ? ഈ കൊടുക്കുന്ന ശമ്പളം പിന്നെ പേടിയ ഇതെല്ലാത്തിനും പുറമെ മാനേജ്മെന്റ് EPF-ൽ ഇവരടയ്ക്കുന്നതിനേക്കാളും 1% കൂടുതൽ എല്ലാവർക്കും അത് തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാനേജ്മെന്റ്, ഞാൻ ചെലവ് എൻ്റെ സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് പറയാണ്, ഈ കിട്ടുന്ന ശമ്പളം അല്ല അതിനും പുറമെ അത് നഴ്സുമാരുടെ ആനുകൂല്യമല്ലേ. അപ്പോൾ അവർക്ക് അത് പെൻഷൻ ഒക്കെ ആകുമ്പോൾ അവർക്ക് കിട്ടാം, അല്ലെങ്കിൽ തന്നെ അവർക്ക് ലോണോ അതൊക്കെ എടുക്കാം EPF. അപ്പോൾ ആ വർധനവ് കൂടെ വാസ്തവത്തിന് ഇതിനകത്തുണ്ട്. എന്നിട്ട് ഇപ്പം ഞങ്ങളിപ്പോഴത്തെ ആ ഒരു പ്രത്യേകത പറയുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. 1994 എൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാം. ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എന്തോന്ന് എസെൻഷ്യൽ സർവീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ എസെൻഷ്യൽ സർവീസിൽ വരുമ്പോൾ എന്ത് ചെയ്യും? എസ്മ തീർച്ചയായിട്ടും പ്രയോഗിക്കാം. ശമ്പളം കൊടുക്കണ്ട? ഇല്ല ഇല്ല, ശമ്പളവുമായിട്ടും എന്തല്ല പറഞ്ഞത്, നമ്മുടെ സർവീസ്. കാരണം അതിൽ നിന്ന് നമ്മൾ മുടക്കി നിൽക്കുമ്പോൾ വരുന്നത്. അപ്പൊ എനിക്ക് ഇവരോട് വാസ്തവത്തിൽ പറയേണ്ട ഒരു കാര്യം, മറുപടിയായിട്ട് ഇടയ്ക്ക് അങ്ങ് പറയുക, ഈ എന്താ പറയണ്ടേ
കൂടിയ ആസ്മ നോക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ എസ്മ ഒന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ സമരത്തിലിറങ്ങി നിങ്ങൾ ആരെ കൂട്ടുപിടിച്ച് ഞങ്ങൾ എസ്മ പ്രയോഗിച്ചെന്ന് പറഞ്ഞാലും കേരളത്തിലെ ജയിലുകൾ നിറയത്തേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നും എന്താ പറയണ്ടേ, ഞങ്ങളുടെ സമരത്തെ പൊളിച്ചുകൊണ്ട് ജോലി ചെയ്യിക്കാന്നൊന്നും സ്വപ്നത്തിൽ മാനേജ്മെന്റോട് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയുമില്ല. ഞങ്ങൾ തന്നെയല്ലേ പ്രസ്താവന അത്തരൊരു പ്രസ്താവന എങ്ങനെ വന്നു? ഭാഗികമായി ആശുപത്രി വേണ്ടി വന്നാൽ അടച്ചിടും എന്നൊക്കെ നിങ്ങളും പറഞ്ഞു. കേരള പ്രൈവറ്റ് തൊഴിലാളികൾക്കെതിരെ മാത്രം പ്രയോഗിക്കാനുള്ളതാണ്. KPH കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഓണേഴ്സ് അസോസിയേഷൻ ഒരു കാരണവശാലും സ്ഥാപനങ്ങൾ അടച്ച് ഒരു ഇതിന് മാനേജ്മെന്റ് തയ്യാറാകുന്നു എന്ന് പറഞ്ഞ ഒരു ഡിക്ലറേഷൻ ഇല്ല. സാർ ആ വസ്തുത മറച്ചു വെക്കുകയാണ്. ഇവരുടെ സംബന്ധിച്ചെന്നറിയോ, ഞങ്ങൾ പിന്നെ ഒരു ആശുപത്രിയിൽ യൂണിയൻ ഉണ്ടെങ്കിൽ വേറൊരു യൂണിയൻ അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. ഇവരെന്താ വെച്ചാൽ ഒരു ആശുപത്രിക്കാർക്ക് 4 അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ട്. കിംസ് സാറിന്റെ മെമ്പർ അല്ലേ? ആണ്. കിംസിന്റെ MD ആണ് പത്രസമ്മേളനം നടത്തിയത്. ലിമിറ്റഡ് ആയിട്ടുള്ള സർവീസസേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എമർജൻസി റൂം സർവീസസ് നടത്തും. അവർ അസോസിയേഷന്റെ പേര് AHPI അങ്ങനെ എന്തോ ഒരു അസോസിയേഷൻ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല. നല്ല മിടുക്കരായിട്ട് വരുന്നവരെ ഒരു വർഷം കഴിയുമ്പോൾ അവരുടെ ട്രെയിനിങ് പീരീഡ് തീരുമ്പോൾ അവിടെ വരുന്ന വേക്കൻസിയിൽ പെർമനൻറ്റ് വേക്കൻസിയിൽ അവരെ അങ്ങ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അല്ലാത്തവർക്ക് ഞങ്ങൾ അർഹമായ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വാസ്തവത്തിൽ ഈ മേഖലയിൽ ഒരു ചൂഷണം ഇവർ പറയുന്നത് പോലെ ഒരു കാരണവശാലും ഞങ്ങൾ ചെയ്യുന്നില്ല. അടിസ്ഥാന വർഗ തൊഴിലാളികൾ സ്യൂപ്പേഴ്സ് അവർക്ക് കൊടുക്കുന്നത് 15,600 രൂപ. 4 വർഷവും 3.5 വർഷവും ഉറക്കമിളഞ്ഞ് 19 സബ്ജക്റ്റ് പഠിച്ച് വരുന്നവന് 6,000 രൂപ കൊടുക്കണമെന്നാണ് ഈ ന്യായം പറയുന്നത്. അപ്പോൾ അതിലൊരു ന്യായം ആലോചിച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഈ ആശുപത്രികളൊക്കെ മിക്കവാറും ആവശ്യപ്പെട്ട് പ്രവൃത്തി പരിചയമുള്ളവരെയാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻറ്റേൺഷിപ്പോ പിന്നെ നിങ്ങൾ പറയുന്ന ചൂഷണമോ അതല്ലെങ്കിൽ പിന്നെ ട്രെയിനിങ്ങോ എന്ത് പേരിട്ട് വിളിച്ചാലും അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ, ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നിന്ന് കുറച്ചു കാലം കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഈ കുട്ടികളെ, അതായത് പുറത്തേക്ക് വരുന്ന ഫ്രഷേഴ്സിനെ ഏതെങ്കിലും ആശുപത്രി എടുക്കുമോ? ഞാൻ എൻ്റെ അനുഭവം പറയാം. 3ാമത്തെ ദിവസം എൻ്റെ ട്രെയിനിങ് പീരീഡിൽ 3ാമത്തെ ദിവസം ഒറ്റയ്ക്ക് TK ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ പേഷ്യൻറ്റിനെ രാത്രി സർജിക്കൽ ICUയിൽ ഒറ്റയ്ക്ക് നോക്കിയ ആളാണ് ഞാൻ. അതായത് ഒരു ICU മൊത്തം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. കാരണം ഒന്നാമത്തെ കാര്യം 4100 മണിക്കൂർ കൃത്യമായി ക്ലിനിക്സ്. ഇപ്പോൾ MBBSയുടെ കാര്യമായിരിക്കും അടുത്ത് വരാൻ പോകുന്നത്. അവർ 3ാമത്തെ വർഷമാണ് പേഷ്യൻറ്റിനെ കാണുന്നത്. ഞങ്ങൾ 3ാമത്തെ മാസം തൊട്ട് തുടങ്ങണം. ആദ്യത്തെ വർഷം 1680 മണിക്കൂർ, അങ്ങനെ 4 വർഷം. ഇതിനിടയ്ക്ക് 800 മണിക്കൂർ മാത്രമാണ് നോൺ നഴ്സിംഗ്, അതായത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പോലെ 2 സബ്ജക്റ്റ് പഠിക്കുന്നത്. ബാക്കി സമയം മൊത്തവും പേഷ്യൻസിനെ കണ്ട് പേഷ്യൻസിനൊപ്പം പഠിക്കുന്നു. അതിലെ രണ്ടാമത്തെ ഈ പഠിപ്പിക്കുന്നതാണ് കേരളത്തിലെ സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടിയെക്കുറിച്ച് ആരും ഒരു തെറ്റും പറയില്ല. ആ കുട്ടി എവിടെ ചെന്നാലും കൃത്യമായ ശമ്പളം കൊടുക്കും. ഈ പഠിപ്പിക്കുന്നവർ തന്നെയാണ് അവർക്ക് ട്രെയിനിങ് വേണം എന്ന് വീണ്ടും പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ നഴ്സിംഗ് കോളേജിൽ ഇവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ആശുപത്രി മുതലാളിമാരുടെ വക വേറൊരു ട്രെയിനിങ്? എന്ന് പറയട്ടെ, കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചു വരുന്നത് എല്ലാവരും ബുദ്ധി ഒരുപോലെയല്ല. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ 4 പേരെ ഒരുമിച്ച് വെച്ച് ഇത് ചെയ്താൽ ചിലപ്പോൾ ഒരാൾ വളരെ പെട്ടെന്ന് ഇത് ഒബ്സർവ് ചെയ്യുകയും അതുപോലെ ചെയ്യുകയും ചെയ്യും. എന്താ പറഞ്ഞത്, എനിക്ക് കഴിവ് കുറഞ്ഞാന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ല. അതായത് റിട്ടേൺ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഓറൽ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, പിന്നെ അതിന് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് 1-2 മാസം ക്ലാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് അല്ലല്ല. ഇപ്പൊ സാറ് പറഞ്ഞു 4 പേര് വന്ന 4 പേർക്ക് 4 കഴിവാണ്. കഴിവുകള് തെളിയിച്ചിട്ടാണ് അവർ ജോലിയിൽ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഒരാൾ പറയുന്നത് പുറത്തുനിന്ന് പഠിച്ചു വരുന്നവർക്ക് ഒന്നും അറിയില്ല, ഇഞ്ചക്ഷൻ വെക്കാൻ അറിയില്ല എന്ന്. ഞാൻ പുറത്ത് പഠിച്ചൊരു വ്യക്തിയാണ്. ഞാൻ കേരളത്തിൽ ഞാൻ ട്രെയിനിങ്ങിന് കയറിയത് കേരളത്തിലാണ്. അതായത് മാസം 350 രൂപ തൃശ്ശൂർ ജില്ലയിൽ ഒരു ആശുപത്രിയിൽ നിന്ന് മാസം 350 രൂപ വാങ്ങിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ പുറത്തുനിന്ന് പഠിച്ചു വരുന്നവരെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നതിൽ 50% മേളിലും പുറത്തുനിന്ന് പഠിച്ചു വന്നവരാണ് ഈ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഞങ്ങളെല്ലാം കൃത്യമായ ട്രെയിനിങ് കഴിഞ്ഞും കൃത്യമായി തന്നെ പഠിച്ച് പാസ്സായി വരുന്നവരുമാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻസും സിലബസും അതുപോലെ ടഫായിട്ടുള്ളതും അതൊക്കെ പഠിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അല്ല പക്ഷേ എൻ്റെ സംശയം ഇതാണ്, അതായത് നിങ്ങൾ നഴ്സുമാർ പിന്നെ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നു, കുറേ പേര് വരുന്നു. സ്വാഭാവികമായും നിങ്ങൾക്ക് വേണ്ടത് 5 സീറ്റ്
ആയിരിക്കും, 5 പേരെ ആയിരിക്കും, 50 പേര് വന്നു. അതിൽ നിന്ന് ഏറ്റവും കഴിവ് ഉള്ളവരെ തിരഞ്ഞെടുക്കാൻ ആവശ്യമായ ഒരു മെക്കാനിസം നിങ്ങൾക്ക് ഉണ്ടാവും. അതിലൂടെ എടുക്കുന്ന ആളുകളെ അപ്പോയിന്റ് ചെയ്താൽ പോരെ. അതാണ് ഞാൻ വിഷയത്തിൽ നിന്ന് ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന അതല്ല, ഞാൻ ട്രെയിനീസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾക്കൊരു ട്രെയിനിങ് എന്തിനാണ്? ഈ ബിഗിനേഴ്സ് വരുന്നു, ആ ബിഗിനേഴ്സിന് വരുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് തീർച്ചയായിട്ടും അവരെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിക്കാൻ കഴിയും. അല്ലാതെ 350 രൂപ കൊടുത്തിട്ട് അവരെ ഒരു 1-2 വർഷം ചൂഷണം ചെയ്യാൻ വേണ്ടി അല്ല. 1 വർഷം തന്നെ അല്ലല്ല, ഈ 1 വർഷം കഴിയുമ്പോൾ പിന്നെ കോൺട്രാക്ട് ആണ്. കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം, 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആള് കത്തോലിക്ക സഭയുടെ എറണാകുളത്തെ ഏറ്റവും വലിയ ആശുപത്രിയിൽ ട്രെയിനി ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ട്രെയിനി ആവാനുള്ള കാരണം എന്താണെന്ന് കേട്ടാൽ കണ്ണെന്നറിയാം. എന്താണെന്ന് വെച്ചാൽ 10ാമത്തെ വർഷം അത് മെറ്റേണിറ്റി ലീവിന് പോയി 6 മാസം. ആ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് തിരിച്ച് ജോയിൻ ചെയ്തപ്പോൾ അതിനെ ട്രെയിനി ആക്കി. 6 മാസം മെറ്റേണിറ്റി ലീവിന് പോയിട്ട് വന്ന ആളുടെ കാര്യമാണ് ഈ പറയുന്നത്. 1 വർഷം ആകുമ്പോൾ അവരങ്ങോട്ട് വേറെ സ്ഥലം അവർ നോക്കും, അവരങ്ങ് പോകും. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് എന്റെ സുഹൃത്തെ ട്രെയിനീസ് എന്ന് പറയുന്നത് ഞങ്ങൾ നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ട്രെയിനീസ് എന്ന് പറയുന്നത് 25% അവർക്ക് വീക്കിലി ഓഫ് അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതില് 1 വർഷം ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതെല്ലാം ഇവരുടെ ഔദാര്യമായി ഞങ്ങളെ സഹിച്ചോണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. അതായത് ഇവർ പിന്നെയും പറഞ്ഞൊരു കാര്യം, ഈ നേഴ്സസ് ജോലി ചെയ്യുന്നത് ഏതാണ്ട് വലിയ ഇവരുടെ ഔദാര്യത്തിന് വേണ്ടി എന്താ പറയുക, അവർ ലീവ് കൊടുക്കുന്നുണ്ട്. സേവനമാണ് ചെയ്യുന്നത്, മാലാഖമാരാണ്. ഈ മാലാഖ എന്നുള്ള പേര് ഞങ്ങളെ മാലാഖ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഞങ്ങൾ ജീവിക്കണ്ടേ. ഞങ്ങൾ ഇത്രയും പൈസ ലോൺ എടുത്ത് വന്നിട്ട് പഠിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഈ ബാങ്കിൽ ലോൺ അടയ്ക്കേണ്ട സമയമാകുമ്പോൾ ലോൺ അടച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ബാങ്കുകാരോട് ചെന്ന് ഞങ്ങൾ മാലാഖയാ, ഞങ്ങൾക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ മേഡം ഒരു സാഹചര്യമില്ല. ഞാൻ പറയട്ടെ സാർ, വളരെ ക്ഷമയോടുകൂടി ഒരു കാര്യം കൂടെ കേട്ടോളൂ. അതായത് സുപ്രീം കോടതി നിർദ്ദേശം മുമ്പോട്ട് വെച്ചുകൊണ്ട് അതിനുമേൽ ചർച്ച നടക്കാതെ ഈ സമരം ഒരു കാരണവശാലും അവസാനിക്കില്ല. യസ്മ അല്ല, ഞങ്ങളെ എല്ലാവരുടെയും ഈ കേരളത്തിലുള്ള എല്ലാ നേഴ്സുമാരെയും കൂടെ പിടിച്ച് ജയിലിലിട്ടെന്ന് പറഞ്ഞാലും ഞങ്ങളെ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ഞങ്ങൾ മരണം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഉണ്ടല്ലോ സാറ് ന്യായം ഒന്നും പറയണ്ട, ഇനിയും എന്താ പറയുക, സുപ്രീം കോടതി നിർദ്ദേശം എടുത്ത് ചർച്ച വെക്കാതെ ഞങ്ങൾ ചർച്ചയ്ക്ക് പോലും പങ്കെടുക്കില്ല എന്നൊരു നിലപാടിലേക്കാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്.